ഹായ് നമസ്കാരം. നമസ്കാരം. എവിടുന്നാ വരുന്നത്? കണ്ണൂരിന്ന്. കണ്ണൂരാണോ ഓടുന്നത്? എവിടെ വയനാട്ടിലാണ് വീട്? വയനാട്ടിൽ. എവിടെയാണ് സ്ഥലം? മാനന്തവാടി. മാനന്തവാടി. മാനന്തവാടി തന്നെയാ അതോ പിലാക്കാവിൽ? അതെന്താ കണ്ണൂർ ഓടുന്നത്? കണ്ണൂർ സ്ഥലം എവിടെയാ ഓടുന്ന സ്ഥലം? പള്ളിക്കുന്ന് ലോക്കൽ ഏരിയ നമ്മൾക്ക് എങ്ങോട്ടാണ് ഓടാൻ പറ്റുക കൂടുതലായിട്ട്? അല്ല, എവിടെ അങ്ങനെ ഓട്ടോറിക്ഷ ഓടാൻ പറ്റുമോ? അവിടുത്തെ പള്ളിക്കുന്ന് പെർമിറ്റാണ്. ടൗൺ ഏരിയയിലൂടെ. അപ്പോൾ ടൗണിൽ നാളെ എടുക്കാൻ പറ്റുമോ? ടൗൺ ഏരിയയിൽ ആളെ ഇറക്കിയിട്ടങ്ങ് പോവാം. ടൗണിൽ നാളെ എടുത്തിട്ടുണ്ടെങ്കിൽ ടൗണിലുള്ളൊരു പ്രശ്നം ഉണ്ടാക്കും. ഈ വയനാട്ടിലോട്ട് ഓട്ടോറിക്ഷ എടുത്ത് പോരുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ചിലവുണ്ട് ഇവിടുന്ന് മേലെ വരെ പോകുന്നതിന്? നെടുമ്പോയി കയറിയില്ലേ പോവാ? 400 എണ്ണ. ഓ, അപ്പോൾ 800 രൂപ ചിലവുണ്ടോന്ന് വീട്ടിൽ പോയിട്ട് വരാൻ? വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് വന്നു. വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇന്നലെ എല്ലാവരും വിളിച്ച് അങ്ങനെ പോകുന്നു. എത്ര ദിവസം കൂടുമ്പോൾ നാട്ടിൽ പോകും? ഞാൻ മാസം കൂടുമ്പോൾ പോകും. ഒരു മാസം കൂടുമ്പോൾ. അപ്പോൾ ഒരു മാസം കൂടുമ്പോൾ ഒരു 800 രൂപ അതിനായിട്ട്. പിന്നെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഓടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വണ്ടി ആശ്രയിക്കണ്ടല്ലോ അല്ലേ? പിന്നെ അവിടെ നിന്ന് എവിടെയും പോകണമെങ്കിൽ വേറെ വണ്ടി വിളിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഇതോടത്ത് പോകുകയാണെങ്കിൽ എണ്ണയിൽ അടിക്കണ്ടോ? ഓ, ശരി ശരി ശരി. ഇത് കണ്ണൂർ ടൗണിൽ ഓടുന്നത് മീറ്റർ വാടകയ്ക്കാ? കണ്ണൂർ ടൗണിൽ ഒരു പരിധി ഉണ്ട്, അതുവരെ മീറ്റർ ചാർജ് മാത്രം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പറേഷൻ പരിധി വിട്ട് കഴിഞ്ഞാൽ മീറ്ററും പരിധി വിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര പേരെ പറ്റും? 4 പേര് കയറുക? 3 പേരാണ് സീറ്റിംഗ്. എത്ര മൈലേജ് കിട്ടും? മൈലേജ് 28. എത്ര രൂപയുടെ എണ്ണയുടെ ഓട്ടോ ഓടും ഒരു ദിവസം ശരാശരി? ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ പെട്ടെന്ന് 2 ലോങ് കിട്ടുകയാണെങ്കിൽ എണ്ണ ഫുൾ അടിക്കണ്ടേ? അതെ അതെ. ഇതാണെങ്കിൽ 300 റുപ്യേൻ്റെ എണ്ണ അടിക്കും. ലോങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനും ഫുൾ അടിക്കേണ്ടി വരും. നമ്മൾ ലോക്കൽ ഓട്ടം ഉണ്ടാവുള്ളൂ. സ്ഥിരമായിട്ട് ഫാമിലി ഓട്ടങ്ങൾ ഉണ്ടാവും അല്ലേ? രാവിലത്തെ 2-3 ട്രിപ്പ് ഉണ്ട്. ബാങ്കിലും സ്കൂളിലും. ലേഡീസ് ആയിരിക്കും എന്നാ വെച്ചാൽ ഡ്രൈവർമാരൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനത്തെ കോളുകളായിരിക്കും വരിക. പിന്നെ അപ്പോൾ വയനാട്ടിൽ വോട്ട് ചെയ്തിട്ട് എന്നാ മടങ്ങുക? 2 ദിവസം കൊണ്ട് മടങ്ങും. വണ്ടി ബ്രേക്കാ, വണ്ടി പണിയെടുപ്പിക്കണം. അങ്ങനെ ഗ്യാപ്പിൽ വിട്ട് വന്നതാണ്. ഓ, വണ്ടി ബ്രേക്കായി. വയനാടാണോ ബ്രേക്ക്? അല്ലല്ല, കണ്ണൂർ. കണ്ണൂർ. ശരി ശരി. വീട്ടിലാരെല്ലാണ്ട്? വീട്ടിൽ അമ്മ, ഭാര്യ എല്ലാവരും ഉണ്ട്. പിലാക്കാവാണ് വീടല്ലേ? അപ്പോൾ പോളിംഗ് സ്റ്റേഷൻ എവിടെ വരും? മാനന്തവാടി. മാനന്തവാടി. നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയുണ്ട് ഇപ്പോൾ? നിങ്ങൾക്ക് ജോലിക്കാർക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ രാഷ്ട്രീയ സാഹചര്യം? പറഞ്ഞാൽ കണ്ണൂർ ഭാഗത്തെല്ലാം വെച്ചാൽ എന്താ പറയുക, അങ്ങനെ അതാ പിന്നെ അവരുടേതായ ഒരു ഇതാണ്. പ്രകടനം പോകുമ്പോൾ ഫുൾ ബ്ലോക്കും കാര്യങ്ങൾ തന്നെയാണ്. അവരുടേതായെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അല്ല, പാർട്ടി സംബന്ധമായ പ്രകടനം പോകുമ്പോൾ ബ്ലോക്ക് തന്നെയല്ലേ? ഏത് പാർട്ടി ആണെങ്കിലും ബ്ലോക്ക് വരാറുണ്ട്. ഏത് പാർട്ടിയും ബ്ലോക്ക്. അതായത് ഇന്നവരെ ബ്ലോക്ക് ഉണ്ടാക്കുന്നതെന്നൊരു അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ ബ്ലോക്ക് എന്ന് പറയാൻ അല്ല, പക്ഷപാതപരമായ അഭിപ്രായമില്ല. പൊതുവേ രാഷ്ട്രീയ പരിപാടി നടക്കുമ്പോൾ നമുക്ക് തടസ്സം ഉണ്ടാകാറുണ്ട്. എന്നുവെച്ചാൽ 10-30 രൂപയുടെ ഓട്ടോ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ അവിടെ വെച്ചുകൊണ്ടിരിക്കണം. ടൗൺ ഏരിയ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഓഫാക്കി കഴിഞ്ഞാൽ എടുക്കാനുള്ള പ്രയാസം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഓട്ടൊക്കെ നോക്കി ചെയ്യ്. കണ്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ പേര് സന്തോഷ്. ഞാൻ വയനാടാണ്. പേരിയൊക്കെ അറിയുമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.